ഇപ്പം നമ്മൾ നിൽക്കുന്നത് താമരക്കുളം കുരുനാഥൻകുളങ്ങര എന്ന സ്ഥലത്താണ്. അപ്പോൾ അവിടെ നമ്മളിവിടെ വന്നിരിക്കുന്നത് ഇപ്പോൾ ഒരു മഞ്ഞളിൻ്റെ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് കണ്ടു പഠിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പം നമ്മുടെ കൃഷിയുടെ ഒരു സ്പന്ദനം ഉള്ള ഏരിയയാണ് ഈ ഭാഗമൊക്കെ. എന്ന് വെച്ചാൽ ഇവിടെ മൊത്തം കർഷകരാണ്, ഇവിടെ കൂടുതലും കൃഷിക്കാരാണ്, കൃഷി ചെയ്യുന്നവരാണ് കൂടുതലുള്ളത്. അപ്പോൾ ഒരു വീട്ടിലായാലും അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം അവർ തന്നെ കൃഷി ചെയ്തെടുക്കുന്ന ഒരു ഏരിയയാണ് ഈ താമരക്കുളം. ഇവിടെ ഭയങ്കരമായിട്ട് വിപണിയൊക്കെയുള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മുടെ മഞ്ഞൾ ഇവിടെ കുറേ സ്ഥലത്ത് കൃഷി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മഞ്ഞളിൻ്റെ കൃഷി രീതിയൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ വന്നത്. അപ്പം ഈ ചേട്ടൻ ഇവിടെ മഞ്ഞൾ കിളച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം എന്താ ഒരു മൂട് മഞ്ഞൾ ഇവിടെ കിളച്ച് വെച്ചിരിക്കുകയാണ്. എനിക്ക് പൊക്കാൻ വയ്യ. ഇത് കണ്ടോ, ഇത് ഒരു മൂട് മഞ്ഞളാണിത്. 10 കിലോ ഒക്കെ കാണും അല്ലേ? 10 കിലോ മഞ്ഞൾ കാണും. അപ്പോൾ ഇത് നടുന്നത് എങ്ങനെയാണെന്നും ഒക്കെ നമുക്കിന്ന് നോക്കാം. നമുക്ക് ചേട്ടനോട് ചോദിക്കാം എങ്ങനെയാണ് ഇതിൻ്റെ രീതികളൊക്കെയെന്ന്. അപ്പോൾ ചേട്ടൻ നമ്മൾ ഈ മഞ്ഞൾ കൃഷി ചെയ്യുന്നത് ഏത് സമയത്താണ് നമ്മൾ കൃഷി ചെയ്യുന്നത്? മേടത്തിലാ ഇല്ലയോ? മേടത്തില ഇപ്പം ഇത് കളയ്ക്കുന്ന സമയമാണ്. ഇത് ഏത് തരത്തിലുള്ള? ഇത് നാടൻ മഞ്ഞൾ തന്നെയാണ് ഇല്ലയോ? അപ്പൊ ഈ ഒരു മൂടിനകത്തു നിന്നാണോ കളച്ച് വെച്ചതാ? ഒരു മൂടിനകത്ത് ആണോ? 80 കിലോ 85 കിലോ അങ്ങനെ കളച്ച് വെച്ച് മാറ്റി വെച്ചിരിക്കുന്നതാണ്. അവിടെ കിടക്കുന്നുണ്ട്. അപ്പോഴേ ഇതെങ്ങനെയാ നമ്മളിവിടെ നടുന്ന രീതി? എങ്ങനെയാ തളം കൊത്തി ഞാനങ്ങ് നടുവാണ്. അപ്പൊ അടിവളമായിട്ട് ചിലപ്പോ ഇച്ചിരി എല്ലുപൊടി ഇടും. അത് കഴിഞ്ഞിട്ട് കോഴിവളം ഇടും. ഇട്ടിട്ട് പിണ്ണാക്ക് ഒരു 100 ഗ്രാം പിണ്ണാക്ക് ഒരു മൂടിൽ വരത്തക്ക രീതിയിൽ വിളിച്ചു കഴിഞ്ഞ് ഇടും. പിന്നെ അതിൻ്റെ ഇച്ചിരി ബാക്ക് കമ്പോസ് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ വളം കിട്ടുകയാണെങ്കിൽ കോഴിവെള്ളം ഇട്ടിട്ട് ഒരു വളം കൂടെ ചെയ്താൽ തോട്ടത്തേ ഉള്ളൂ. പിന്നെ ഒന്നും ചെയ്യത്തില്ല. ഇതാണ് 10 തരാൻ തുടങ്ങുന്നേ ഉള്ളൂ. അതൊക്കെ ആയി വരുന്നില്ല. ഇപ്പൊ വേലായതിന്റെ പേരില അങ്ങോട്ട് മാറും. അതെ, അത് ആ കിടക്കുന്ന വാഴ ഇവിടെ 38 സെറ്റാണ്. അതിനകത്ത് ഈ 3 വാരത്തിലേ ഉള്ളൂ മഞ്ഞൾ. അല്ല, അത് ഇഞ്ചി ഇവിടെ കേട് വരുന്നു. ഇതിപ്പോ ഞാനൊന്ന് നട്ടു നോക്കിയത്, ഞാൻ പടക്കം കൊടുത്തിരുന്നത്. ഇപ്രാവശ്യം ഞാൻ തന്നെ എടുത്ത് പന്നിയുടെ ശല്യം കൊണ്ട് ഞാൻ തന്നെ കൃഷി ചെയ്തു. പന്നി അതിനകത്ത് മാന്തിയിട്ടുണ്ട്. ഇല്ലില്ല, മാന്തിക്കളയത് ഈ വിരയുടെ ഇതുകൊണ്ടായിരിക്കും അത് മാത്രം. അല്ല, ആ വാഴ 2-3 മറിച്ചിട്ടുണ്ട്. വലിയ വാഴ പന്നിശല്യം ഉണ്ട്. അപ്പുറത്ത് എടുക്കുന്നത് ഞാൻ അതുകൊണ്ട് ആൾ വിടാൻ അവിടെ 2 ഏക്കർ എടുത്തിട്ടുണ്ട്. പടയല്ലേ, പണയല്ല എൻ്റെ വീട്. ഞാനിവിടെ ഇത് പ്രാവശ്യം ആർക്കും കൊടുക്കാത്തതുകൊണ്ട് ഞാൻ തന്നെ വന്ന് കൃഷി ചെയ്യും. അതിവിടെ ആരെയും വിളിക്കത്തൊന്നുമില്ല, ഞാൻ തന്നെ ഒരുക്കുന്നതും നല്ല ഇതിനകത്ത് ഇത് വിത്തിനെടുക്കാൻ വേണ്ടിയിട്ടുള്ളതല്ലേ? വിത്തിനായാലും പുഴുങ്ങിയൊക്കെ എടുക്കാം ഇതില്ലേ? അത് വിത്തിനെടുക്കാം. ഇങ്ങനെ തന്നെ കൊണ്ടിട്ട് തോത്തി ഞാൻ വിത്തിനിട്ടൊക്കെ കിടക്കുന്നു. 50 കിലോ മാറ്റിയിട്ടിട്ട്. ഈ മഞ്ഞളിൽ എന്തെങ്കിലും രോഗങ്ങളോ ഞാൻ ഈ പ്രാവശ്യം മരുന്ന് മേടിച്ചില്ല. ഒരു എന്തോന്നും ചെയ്തല്ല. ഒന്നും ചെയ്തിട്ടില്ല. ആദ്യമായിട്ടല്ലേ ഇവിടെ ഇപ്പം മഞ്ഞൾ നടന്നു ചെക്ക് ചെയ്ത് നോക്കി. ഇഞ്ചിക്ക് വരുന്ന രോഗങ്ങളൊന്നും മഞ്ഞളിന് വരാറില്ലല്ലോ? ഇതിന് വരാറില്ല. ഇതിന് ഇതുവരെ വന്നില്ല. നാടന് വന്നിട്ടില്ല. ഇതിപ്പോ നമ്മൾ എങ്ങനെയാ കൊടുക്കുന്നത്? എങ്ങനെയാ വിത്തിഞ്ചിയായിട്ട് കൊടുക്കുവാണോ? അല്ല, വിത്തായിട്ട് അകലായിട്ട് എടുക്കാം. ഇതിപ്പം മണ്ണുണ്ടെന്നും പറയാം, കഴിയേ നമ്മൾ കൊടുക്കുന്നുള്ളൂ. ഈ പൊടിയാക്കുന്നുണ്ടോ? നമ്മള് പൊടിയാക്കുന്നുണ്ടോ? ഇല്ലല്ല, നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വാങ്ങിക്കത്തുള്ളൂ. അതിനുള്ള ആളൊക്കെ വേണ്ടേ? ശേഖരിൽ നിന്ന് നമ്മള് നടുന്നു. ഇതല്ലേ 2 പീസ് ഇതൊക്കെ നല്ല ഇങ്ങനെ നടത്തുള്ളൂ, ഓടിക്കത്തില്ല. ഇതെല്ലാം ഇങ്ങനെ 1 പീസ് 2 പീസ് തിരിച്ചും മറിച്ചും അങ്ങോട്ട് നടന്നു പറഞ്ഞാൽ ഇതെല്ലാം ഇപ്പൊ ഉണ്ടോ? തട കണ്ടില്ല ഇതിനകത്തൊരു തടയം കാണും ഇല്ലയോ? അത് നട്ടാ ഇതിൽ കൂടുതൽ മഞ്ഞൾ അതെല്ലാം ഉണ്ടാവും. ഇത് നമ്മൾ പൊടിക്ക് കൊടുക്കത്തില്ലയോ? പൊടിക്കാനും കൊടുക്കും. പൊടിക്കാനും ഏറ്റവും കൂടുതൽ പൊടി ഇതിനായിരിക്കും. ഇതാണ് അതിന്റെ മെയിൻ തട. അപ്പൊ ഈ സൈഡിൽ നിന്ന് പൊട്ടി വന്നേക്കുന്നതാണ്. കാണുമ്പോ തന്നെ നമുക്കറിയാം ഇത് വിത്താണ്. ഇത് കാണുന്നത് ഇതിന്റെ നടുക്കൊരു അതെല്ലാം ഒരു പീസായത്. അതെല്ലാം 2 പീസ് കാണും. ചിലതില് ചെറുതാറിനെ കുറെ കാര്യം കേട്ടോ അവിടെ കിടന്ന് കളിക്കും.
ഇതിന് ചെറിയ പശപ്പുള്ള മണ്ണാ ഇല്ലയോ? ഇവിടെ ചെറിയ അത് വലുതായിട്ടില്ല, ഇത് വേറെ ഉള്ളി ചെറുത്, വലിയ പശപ്പില്ല. ഇതിപ്പം മറ്റുള്ള വളങ്ങളൊന്നും ചെയ്യാത്തോണ്ടാ ഈ കേടില്ലാതിരിക്കുന്നത്. കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണാണല്ലോ ഇവിടുത്തെ. ഈ ഒരു ഏരിയ തന്നെ നല്ല ഒരു ചുവപ്പ് രാശി കലർന്നതിന് നല്ല മണ്ണാണ്. അപ്പൊ ഇവിടെ എന്ത് തന്നെ നട്ടായാലും നല്ല നല്ല രീതിയിൽ ഉണ്ടാവുകയും ചെയ്യും. ഇതുപോലെ ഇവരെല്ലാം ഇതെല്ലാം തഴഞ്ഞിട്ടുണ്ട്. കൊലയോടെ എടുത്തു വേലായി. ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ തേക്കാത്ത മുളച്ചതാകട്ടെ. 30 കൊല്ലത്തോളം ഗൾഫിലുണ്ടായിരുന്നു. മന്തി തിരിച്ചു വെച്ചാൽ മതിയോ? ഈ പ്രാവശ്യത്തെ കുറിച്ച് 2 കിലോ 5 കിലോ ഒക്കെ നമുക്കറിയാം. അവർക്കാവുമ്പോ വിത്ത് കിട്ടി കഴിഞ്ഞാൽ വേറെ കൃഷി ചെയ്യാമല്ലോ. ഇത് കൃഷി ചെയ്യണമെന്ന് പറഞ്ഞാൽ കൃഷി ചെയ്തെങ്കിലല്ലേ കാണത്തുള്ളൂ. അത്രേ ഉള്ളൂ. എല്ലാവരും കർഷകരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ഇച്ചിരി പുള്ളിയുടെ വന്നേനായിരുന്നു അയാൾ പെറ്റ അടിക്കും. പിന്നെ ഈ ചേട്ടന് ഇവിടെ കുറെ പൂവൻ വാഴയുടെ കൃഷിയുണ്ട് കേട്ടോ. ഇതാ എല്ലാം വിളയാറായി നിൽക്കുക. എല്ലാം വിളയാറായി നിൽക്കുവാണോ? വെട്ടി തുടങ്ങിയില്ലയോ? നമ്മളെങ്ങനെ ഇത് വിപണിയിലാണോ നേരിട്ട് വന്ന ആളുകൾ കൊണ്ടുപോകണോ? കടക്കാരും ഉണ്ടോ? അല്ലേ എങ്ങനെ? കിലോ 50 രൂപ വെച്ചിട്ടാണ്. ഇന്ന് വരുന്ന കായ്ക്കൊക്കെ ഒരു കല്ല് കടിക്കുന്ന പോലെ ഒരു ഫീൽ വരത്തില്ലേ? ഇത് നല്ല ടേസ്റ്റാ. അവിടെ ആന്നില്ലേ? അതെവിടാ? അത് നമ്മുടെ നാടൻ പഴമായിരിക്കുമല്ലോ കൂടുതൽ ടേസ്റ്റ്. വേണ്ട നമ്മുടെ പൂവൻകൊല. ഇവിടെ മൊത്തം പൂവനാണ് വെച്ചിരിക്കുന്നത്. ഇപ്പം നമ്മൾ മഞ്ഞൾ കിളയ്ക്കുന്ന ആ ഭാഗം കണ്ടില്ലേ? അവിടോട്ട് ഇനി ഇവിടെ ഏത്തവാഴ വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഈ ഒരു ഭാഗവുമായിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ട്. കാരണം എൻ്റെ അമ്മയുടെ വീടും മാങ്ങാങ്കുഴി എന്ന് പറയും. അവിടെ കൃഷി ഭയങ്കര ഉള്ള ഏരിയ ആണ്. അപ്പം നമ്മുടെ ഈ ഒരു ആണോ? മാങ്ങാങ്കുഴി ഗുരുമന്ദിരത്തിൻ്റെ അടുത്ത് ആണല്ലയോ? ആണോ? ഇതൊക്കെ പൂവൻ കൊലയാണ്. അപ്പൊ ഈ ഒരു കൊല എത്ര കിലോ ഒക്കെ കാണും? 16 കിലോ ഒക്കെ കാണും. നമുക്കിവിടെ ഈ കണ്ണം വാഴ കിട്ടുമോ? കണ്ണം കുഞ്ഞുങ്ങൾക്ക് കുറുക്കി കൊടുക്കും. വെച്ചിട്ടില്ല, അത് വളരെ കുറവാണ്. ചേട്ടൻ പണ്ട് മുതലേ കൃഷിയാണോ അതോ? ഒരു പ്രവാസിയാണ്, കൃഷിയാണ് ഈ കാണുന്നത് കേട്ടോ. ഇപ്പൊ ഈ കൃഷി ചെയ്യുന്നതിനകത്തൊന്നും ലാഭം കിട്ടുന്നുണ്ടോ? ലാഭം നമ്മൾ തന്നെ അധ്വാനിക്കുവാനേ ലാഭം. ആളെ നിർത്താതെ അധ്വാനിക്കുന്ന പൈസ വരത്തില്ല. ഇപ്പൊ 1500 രൂപ കൂലിയാ ഇവിടെ. സാധനങ്ങൾക്കൊക്കെ നല്ല വില കിട്ടുന്നുണ്ടോ? 50 രൂപ വെച്ചാവും. അത് നഷ്ടമില്ലാത്ത രീതിയല്ലേ? ഇത് വലിയ കുഴപ്പമില്ല. ചിലപ്പോ കിട്ടത്തില്ല, ചിലപ്പോ 40 കിട്ടത്തില്ല. ഇത് 50 വെച്ചാവും. അപ്പം വെള്ളമൊന്നും നിക്കത്തില്ലല്ലോ മഴ പെയ്താലൊന്നും? വെള്ളം മഴ പെയ്യുന്ന പാത്തി നിൽക്കും. ഭാരതത്തിലോട്ട് കിടക്കും. ഇവിടെ സാധാരണ ചുമപ്പ് മണ്ണല്ലയോ കാണുന്നത്? ഇവിടെ ഇതൊരു വല്ലാത്ത വേറെ വയല് പോലത്തെ സ്ഥലമല്ലയോ? അപ്പുറത്ത് കിടക്കുന്നതല്ലേ കറുത്ത മണ്ണ്. ഞാൻ അപ്പുറത്തൊക്കെ സ്ഥലമുണ്ട്. അവിടെ ഇതുവരെ വെണ്ടയ്ക്കായും എടുത്ത് കടയിൽ കൊടുത്ത് ഞാൻ ഇങ്ങോട്ട് വന്നാൽ മതി. പച്ചക്കറി കൃഷികളും ഉണ്ടല്ലോ? വെണ്ടയ്ക്ക, ചീര. ചേട്ടന് എല്ലാത്തരം കൃഷികളും ഉണ്ട്. നമുക്കിത് കാണുന്നത് തന്നെ എന്തൊരു രസമാണെന്ന് നോക്കി. ഇങ്ങനെ ആന്നില്ലയോ? വലുപ്പമായനെ. എങ്ങനെ ഈ കൊലയെല്ലാം നമുക്ക് പിന്നെ പരിവായി വരുമല്ലയോ? പിന്നെ വലിയ കുഴപ്പമില്ലല്ലോ. വെട്ടാം. ഇതേപോലെ നാടൻ സാധനങ്ങൾ വിൽക്കുന്ന ഒരുപാട് കടകളുണ്ട്. നമ്മുടെ കണ്ണാരൻ ചേട്ടൻ അവിടെ കൃഷി ചെയ്ത പൂവൻ വാഴയുടെ പഴമാണ്. പൂവൻ വാഴയുടെ പഴമാണ് കേട്ടോ. കഴിച്ചു നോക്കട്ടെ.
ഇത് നല്ല വായിലിടുമ്പോൾ തന്നെ അലിഞ്ഞു പോകുന്ന ടൈപ്പ് പോകുമ്പോഴാണ് നമ്മൾ പണ്ടൊക്കെ കഴിച്ചിട്ടുള്ള ആ ടേസ്റ്റിൽ. ഇപ്പം തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന പഴം കഴിക്കുമ്പോൾ അതിനകത്തൊരു ചെറിയ കല്ല് പോലെ കാണത്തില്ലേ, ഇത് അങ്ങനെയൊന്നും ഇല്ല. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരുപാട് പൊന്തം പോലെ വലിപ്പമൊന്നും ഇല്ല, നല്ല ടേസ്റ്റുള്ള പഴമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഈ താമരക്കുളം ഏരിയ വഴിയൊക്കെ പോകുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള കടകളിലൊക്കെ കയറി നാടൻ സാധനങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പഴയ രുചിയിലുള്ള ആഹാര സാധനങ്ങളൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ.